ജിംഗലാലാസ്. ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മടിയാണ്. പക്ഷെ എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ? ഇപ്പൊ ലഞ്ച് ടൈം ആയിട്ടുണ്ട്, ഏകദേശം ഇപ്പോ 1:15. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ നമുക്ക് എറണാകുളത്ത് നല്ല ഒരു ബിരിയാണി എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് സ്വിഗ്ഗിയിൽ ഇങ്ങനെ കുറച്ച് നോക്കി ബിരിയാണികൾ നല്ലത് കിട്ടണത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒന്ന് സ്ട്രൈക്ക് ആയത് നമ്മുടെ തലൈവ ബിരിയാണി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. തലൈവ ബിരിയാണി എന്നാണ് അവരുടെ കടയുടെ പേര് കേട്ടോ. അത് നമ്മുടെ ചിറ്റേത്തുകര ഓർഡറാക്കാന്ന് കരുതി. ഞാൻ ഇവിടെ റേറ്റിംഗ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. സ്വിഗ്ഗി എടുക്കുന്നു, ഞാൻ റേറ്റിംഗ്സ് നോക്കുന്നില്ല. അത് എപ്പോഴും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്തില്ല. ഞാനൊന്ന് സ്ക്രോൾ ചെയ്തു, എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ അത് ചൂസ് ചെയ്തു. അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ആ പേര് തന്നെയാണ് സ്ട്രൈക്ക് ആയത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് ആദ്യമായിട്ടും കൂടി ഉള്ള ദിവസമാണ്. ആദ്യമായിട്ടും പ്യുവർ വെജും ആണ്. അപ്പൊ നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണിയും കൂടി ഓർഡർ ചെയ്യാന്ന് കരുതി. അപ്പൊ ഇവർക്ക് തന്നെ നോക്കിയപ്പോ ഇവർക്കും ഉണ്ട് കേട്ടോ, വെജിറ്റബിളും ബിരിയാണി ഇവർക്കുണ്ട്. അതിന്റെ പേര് ക്ലൈമാക്സ് രാജ വെജിറ്റബിൾ ബിരിയാണി എന്നാണ്. ഓക്കെ, ഓജി തലൈവ ചിക്കൻ ബിരിയാണി 159 കേട്ടോ. 229 ആണ് അവരിട്ടിരുന്നത്. ഇന്നത്തെ ഓഫർ 159 ആണ്. പിന്നെ ക്ലൈമാക്സ് രാജ വെജിറ്റബിൾ ബിരിയാണി 229, ഇന്ന് കട്ട് ഓഫ് 159 ആണ്. അപ്പൊ ഞാൻ ഇത് രണ്ടും ഓർഡർ ആക്കാൻ പോവാണ്. ഇനി എന്താവും എന്നുള്ളത് അറിയില്ല. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ. റെഡി അല്ലേ ആദ്യമായിട്ടാ ഇത് ഓർഡർ ചെയ്യല്ലേ? ഓക്കെ അല്ലേ? എനിക്ക് അറിയില്ല എങ്ങനെയാവുന്നൊന്നും അറിയില്ല. വെജിറ്റബിൾ 45 to 55 മിനിറ്റ്സാ പറയണം. നമുക്ക് നോക്കാം. എന്തായാലും 2 മണിയാകുമ്പോഴേക്കൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും. ബിരിയാണി വന്നിട്ടുണ്ട്. ഞാനേ സ്വിഗ്ഗിയുടെ ഡ്രസ്സില് അവര് കൊണ്ടുവരുന്ന വിചാരിച്ച സാധാരണ എങ്ങനെയാണോ കൊണ്ടുവരാറ്. 2 പയ്യന്മാര് വളരെ കാഷ്വൽ ആയിട്ട് കൊണ്ടു തന്നു. അത് പെട്ടെന്ന് ഞാനും ഞെട്ടിപ്പോയി. നോക്കാട്ടോ, ചെയ്യാണ് കേട്ടോ. പറഞ്ഞതിനൊരു 10 മിനിറ്റ്സ് ബിഫോർ ഡെലിവറി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി അല്ലേ? പേപ്പർ കവറാണ് കേട്ടോ. നല്ല നീറ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള പേപ്പർ കവർ. അതെ, തലൈവ ചിക്കൻ ബിരിയാണി. ഞാൻ മുട്ടയുണ്ട് കാരണം വേഗം കണ്ടുപിടിച്ചു. അവരതിൽ എഴുതിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എന്തായിരുന്നു പേരെന്തായിരുന്നു? ക്ലൈമാക്സ് രാജ വെജിറ്റബിൾ ബിരിയാണി. യെസ്. വേറൊരു സംഭവം നോക്കിയേ, സ്പൂണൊക്കെ ഉണ്ട്. സ്പൂണിന്റെ ഒപ്പം ടിഷ്യൂ ഉണ്ട്. അത് അടിപൊളി അല്ലേ? ഇതിപ്പോ നമ്മൾ വീട്ടിലായിരുന്നുണ്ട്, നമുക്ക് പുറത്ത് ഇരുന്നിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കണമെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ അല്ലേ? ആദ്യത്തെ സംഭവമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി. ഇപ്പൊ സ്പൂണും നല്ല ടിഷ്യൂ, അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ ടിഷ്യൂ. 2 ടിഷ്യൂ ഉണ്ട്. സൂപ്പർ. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇനി ആദ്യം വെജ് വേണോ ചിക്കൻ വേണോ? വെജ് ട്രൈ ചെയ്യാം അല്ലേ? യെസ്. പിന്നെ ഇതിൽ നമ്മൾ നോക്കിയേ, വെജ് ക്ലൈമാക്സ് രാജ വെജിറ്റബിൾ ബിരിയാണി, ഇത് തലൈവ ചിക്കൻ ബിരിയാണി. രണ്ടിൻ്റെയും സ്ലിപ്പ് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? വേറെ പല റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യണ സമയത്ത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ഏതാണ്. പിന്നെ നമ്മളത് ചെക്ക് ചെയ്ത് ട്രൈ ചെയ്തിട്ടായിരിക്കും വെജിറ്റബിൾ കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മളത് കൊടുക്കണം. അപ്പോൾ ഈ സംഭവം അടിപൊളി, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നല്ല ക്ലോസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ടിന്നുകൾ നമുക്ക് വേണമെങ്കിൽ നല്ല റീയൂസബിൾ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വെജാണ് ട്രൈ ചെയ്യാൻ പോണേ. നല്ല ആരോഗ്യമാണ് കേട്ടോ. നല്ല നല്ല രസമുണ്ട് സ്മെല്ല്. നമുക്കങ്ങനെ ഒരു മട്ടിക്കൊന്നുമില്ല, നല്ലൊരു നോർമൽ ഒരു ഹോംലി ഫീൽ തന്നെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് എടുക്കുവാണ്. മെയിൻലി പനീർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ ടോപ്പ് എന്തേ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നന്നായിട്ട്. സർലാസ് വന്നില്ല, സർലാസ് ഇല്ല. അപ്പോൾ അച്ചോടാ, നമുക്ക് നോക്കാം അതില്ലാണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ പനീർ നല്ല മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തേ. മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. റൈസ് ലോങ് റൈസാണ്. ഒരു നല്ല സ്പൈസിനെസ് ഉണ്ട്. എനിക്ക് പൊതുവെ സ്പൈസി ഇഷ്ടമാണ്. സ്പൈസിനെസ് ഇഷ്ടമുള്ളവർക്ക് നല്ലതായിട്ട് ഇഷ്ടമാവും. പിന്നെ നല്ല ഒരു മിതത്തുള്ളൊരു ഫ്ലേവർ, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ അവർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, സ്വിഗ്ഗിയിൽ അവർ ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ കാലോറി അടക്കം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിക്ക് ഇത്ര കാലോറി, അതിൽ നിന്ന് ഇത്ര എനർജി, എത്ര കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട്, അങ്ങനെ അവർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയാണ് കേട്ടോ. അടുത്ത് നമ്മുടെ ചിക്കൻ ബിരിയാണി, തലൈവ ചിക്കൻ ബിരിയാണി നോക്കാം.
നല്ലൊരു ക്ലൈമാക്സാ, ഒരു ഫീൽ ഗുഡ് ക്ലൈമാക്സ് ആണ്. പേരും കൊള്ളാം, ബിരിയാണിയും കൊള്ളാം കേട്ടോ. സൂപ്പർ. ആദ്യം ധൈര്യമായിട്ട് കഴിക്കാം. ഞാൻ കൈ കഴുകി വന്നു, അവർ തന്നെ ടിഷ്യൂ കൊണ്ട് കൈയൊക്കെ നല്ല തുടയ്ക്കുവാണ്. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മുടെ തലൈവ ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ. അതാണ് ഞാൻ വെയിറ്റ് ചെയ്ത ഐറ്റം. ഓക്കെ, ഇതിനും ഒരു നല്ല അടച്ചുറപ്പുള്ള പാക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോഴും ചൂട് ഉണ്ട്, ചൂട് നന്നായിട്ട് കയ്യിൽ തട്ടുന്നുണ്ട്. നല്ല ടൈറ്റ് പാക്കിംഗ് ആണല്ലോ. ആഹാ, ഇത് നല്ല രസമുണ്ടല്ലേ, ഫുട്ബോൾ പോലെ. ഈ പാത്രത്തിന്റെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രം തന്നെയാണ് കേട്ടോ. റീയൂസബിൾ ആണ്. അപ്പൊ നമുക്ക് കിച്ചണിലേക്കൊക്കെ എടുക്കാം കേട്ടോ. എന്തെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും റീയൂസബിൾ ആയിട്ടുള്ള കണ്ടെയ്നർ ആണ് കേട്ടോ. 2 ബിരിയാണി കിട്ടി, 2 പാത്രവും കിട്ടി. ഇത് മല്ലിയിലയല്ലേ ഇത്? മല്ലിയിലയാണ് കേട്ടോ. ഇത് ഏത് ഇലയാ? ഇത് അറിയോ? ആദ്യമായിട്ടാണ് അറിയോ ഏത് ഇലയാന്ന്? വേറെ കൊള്ളാട്ടോ, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നറിയോ, ഇപ്പോൾ പണ്ടുണ്ടായിരുന്നു ബിരിയാണികൾ മുട്ട എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പക്ഷെ റീസെന്റ് ഡേയ്സിൽ ഈ മുട്ട ഉണ്ടാവാറില്ല പല ബിരിയാണികളിലും. അപ്പോൾ മുട്ടയും കൂടി ഉള്ളപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു കൊഴുപ്പ് കൂടും ബിരിയാണിക്ക്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. മുട്ടയുണ്ട് അപ്പോൾ ഇവരുടെ ബിരിയാണിയിൽ. ഇപ്പം നമുക്കതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. ഞാൻ എടുത്ത് വെച്ചതാ, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാ. ആദ്യമായിട്ട് കുഞ്ഞു സ്പൂണും എനിക്ക് വലിയ സ്പൂണും. എങ്ങനെയായിരിക്കും പാക്കേജ് എന്ന് അറിയണ്ടായില്ലല്ലോ, അപ്പോൾ ഇനി തെറ്റിപ്പോണ്ടാന്ന് കരുതി. ഒരു ചിക്കൻ പീസും കൂടി എടുക്കാം കേട്ടോ. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ പീസ് 1 2 ഒരു വലിയ ചെറിയൊരു 2-3 പീസ് അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇത്തിരി ഗ്രേവി പോലെയാണ്. വലിയ ബിഗ് പീസ് അല്ല, ചെറിയ പീസാണ്. ഇതിൽ ബോൺലെസ് ആണിത്. ഇത് മറ്റേ കാല് നമ്മുടെ എന്താ പറയുക, ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് അതിൽ മെൻഷൻ ചെയ്തിരുന്നു. ഫ്ലഷ് ആണ് ഫുള്ള്, കാല് ഒന്നുമില്ല. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്കും ഇത് ഓർഡർ ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി. സൂപ്പർ സ്മെല്ലായ ആ ചിക്കൻ അങ്ങോട്ട് ഇങ്ങനെ ആക്കിയപ്പോഴേ അതിൻ്റെ ആ ഫ്ലഷിൽ നിന്നൊക്കെ നല്ലൊരു സ്മെല്ലും. അടിപൊളി. കുറച്ച് എഗ്ഗും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അടിപൊളി. ഇതെല്ലാം കൂടി ഒരു പിടിച്ചാണ്ടല്ലോ സാറേ. നല്ലൊരു ഫീൽ ഗുഡ് ബിരിയാണിയാണ് കേട്ടോ. ഞാൻ ഈ ചിക്കൻ കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മുട്ട ആഡ് ചെയ്തപ്പോഴേ ആ ടേസ്റ്റ് ആയിപ്പോയി കുറച്ച്. വേറെ എന്തൊക്കെയോ ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ചിക്കനിൽ. കുറച്ചൊരു ആന്ധ്ര ടേസ്റ്റൊക്കെ കയറി വരുന്നുണ്ട്. നമ്മുടെ നോർമൽ ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല. ഇത്തിരി പുളിപ്പും അങ്ങനെയൊക്കെ ഉണ്ട് ചിക്കനിൽ കയറി വരുന്നുണ്ട് കേട്ടോ. ബോൺലെസ്സും ആണ്. ചിക്കൻ അങ്ങനെ വലിയ എരിവൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് കഴിക്കാം. ഈ റൈസിനും അധികം വലിയ സ്പൈസി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വെജിറ്റബിൾ ബിരിയാണീനെ അപേക്ഷിച്ച് അത്രയ്ക്ക് സ്പൈസി ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഗ്രേവി മിനിമ, അപ്പം അത് കാരണം നമുക്ക് കൂടുതലായിട്ട് ഗ്രേവി ഇല്ല. അപ്പോൾ ഗ്രേവി അധികം വേണ്ട ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ചോയ്സാണ്. മൊത്തത്തിൽ വേറൊരു ഫ്ലേവറാണ് ബിരിയാണിയുടെ, വേറൊരു ടൈപ്പ് ഓഫ് ബിരിയാണി. ഞാൻ തലൈവ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വേറെ വല്ല സംഭവങ്ങളൊക്കെയാണോ എന്ന് വിചാരിച്ചേ. പക്ഷെ അങ്ങനെ ആ ഒരു ലെവല് അങ്ങനെയല്ല. വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഫ്ലേവറും കലർന്ന ഒരു ബിരിയാണിയാണ്. അതിൽ ചിക്കൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സോറ് പുളിപ്പുണ്ട് ചിക്കന്. നല്ല എന്തായാലും ഒരു വേറിട്ട രുചിയാണ്. അത് ഞാൻ ഗ്യാരണ്ടി. അടിപൊളിയാണ്, കഴിച്ചിരിക്കാം നമുക്ക് കേട്ടോ. മടുക്കില്ല. അതാണ് എനിക്ക് ഈ 2 ബിരിയാണിയുടെയും എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത. നമുക്ക് മട്ടുപ്പില്ലാണ്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട്, ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് തലൈവ
തലൈവ ബിരിയാണി, ചിറ്റേത്തുകര, കാക്കനാട് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഇതുകൂടാതെ പ്ലെന്റി ഓഫ് ബിരിയാണികൾ ഉണ്ട് കേട്ടോ അവിടെ. ഇത് അവരുടെ പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, നമ്മൾ പറയുന്നതാണ്, ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ഓഫ് ബിരിയാണി ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. സൂപ്പർ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ കേരള ബിരിയാണി അല്ല, അത് തമിഴ് കൾച്ചർ ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവരത് ഇൻസ്പയർ ചെയ്ത് തലൈവ ബിരിയാണി അത് ഇട്ടത്. നമ്മുടെ വിജയുടെ മൂവി അല്ലേ, തലൈവയുടെ മൂവിയാണ്. അപ്പൊ അതുപോലെ തന്നെ തലൈവ ബിരിയാണി തലൈവ ലെവൽ തന്നെയായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടു. വെജിറ്റബിൾ ആദ്യമായിട്ടും ഇഷ്ടപ്പെട്ടില്ലേ? നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോഴും എനിക്ക് അതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. സാധാരണ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയ്യാണ്ടാവും, നമ്മൾ എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാവും. പക്ഷെ എഗെയിൻ നമ്മൾ നല്ല എനർജറ്റിക് ആണ്, ഹാപ്പിയാണ്, സൂപ്പറാണ്, അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. എറണാകുളത്ത് കാക്കനാടാണ് ഈ ഷോപ്പ്, ചിറ്റേത്തുകരയില്. പിന്നെ റിവ്യൂസ് ഇപ്പോൾ സൊമാറ്റോയിൽ ഒരു റിവ്യൂ ആണ്, സ്വിഗ്ഗിയിൽ വേറൊരു റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ റിവ്യൂ ഇവിടെ നോക്കുന്നേ ഇല്ല, നമ്മളത് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളത് ഇങ്ങോട്ട് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളൂ കേട്ടോ. ബൈ. ജിംഗ ലാല, ടേക്ക് കെയർ, ബൈ. ജിംഗ ലാല.